ഹായ്, ഇന്ന് നമ്മൾ പാർട്ട് 4ലാണ് ബേസിക് കോഡിങ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പാർട്ട് 3യിൽ എന്താ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല ടൂൾസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഐഡി അതുപോലെ തന്നെ ജാവ ഡെവലപ്മെന്റ് കിറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് പോയി ആദ്യം കണ്ടുവരാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇതൊരു കണ്ടിന്യൂസ്ലി പോകുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിന്നെ ഉള്ളത് ബുദ്ധിമുട്ടായി മാറും. ഇനി മുതലൊക്കെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, കണ്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല. പിന്നെ നേരെ മറിച്ച് കണ്ടിന്യൂസ്ലി കാണാം, ആദ്യം മുതലേ കണ്ടുവരിക. എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ടെലിഗ്രാമിൽ ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ്, അപ്പൊ ഇന്ന് നേരെ ടോപ്പിക്കിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് 4ലെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഇന്നാണ് നമ്മൾ കോഡിങ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ വെച്ചാൽ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് എന്താന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ വീഡിയോസ് ചെയ്തു പോകുന്നത്. അപ്പൊ അതേ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളും ഫോളോ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെലിഗ്രാമിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ കുറച്ച് ഡാറ്റ ടൈപ്പ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, അതങ്ങനെ മൈൻഡിൽ വെക്കുക. എന്താണ് ഡാറ്റ ടൈപ്പ്, എന്താണ് വേരിയബിൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ പെറ്റ്സിനെ വളർത്തുന്നതാണ് അല്ലെ. പെറ്റ്സിനെ വളർത്തുന്ന വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തുണ്ടാവാം, പൂച്ച ഉണ്ടാവാം, പല ആൾക്കാർക്ക് ഡോഗ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ പെറ്റായിട്ട് എന്ത് വളർത്തും, ഈ പറഞ്ഞ പോലെ പക്ഷികൾ, ബേർഡ്സിനെ എന്ത് ചെയ്യും, വളർത്താറുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കണക്കൂട്ടുക. അപ്പോൾ ഈ പക്ഷിനെയോ അല്ല അതേപോലെ ബേർഡ്സിനെയോ അല്ലെങ്കിൽ നമ്മൾ കാറ്റ്സ്, ഡോഗ്സ് ഇതിനൊക്കെ വളർത്തുന്ന ടൈമിൽ നമുക്കൊരു കൂടുണ്ടാവും. അതായത് ആ ഡോഗ്സിനാണെങ്കിൽ ഡോഗ്സിന് എന്തുണ്ട്, ഒരു കൂടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാറ്റാണെങ്കിൽ കാറ്റിന് എന്തുണ്ട്, ഒരു കൂടുണ്ട് അല്ലെ. അപ്പൊ ആ കൺസെപ്റ്റ് മൈൻഡിൽ വെക്കുക, അതിനൊരു കൂട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു കാറ്റാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒറ്റ സൈസിലാണ്, അതായത് ഒരു കാറ്റിനൊക്കെ എടുക്കാനുള്ളതോ അല്ലെങ്കിൽ ഒരു കാറ്റിന് നിൽക്കാൻ പറ്റിയ സ്പേസ് ആണ് നിങ്ങൾ ഉണ്ടാക്കുക അല്ലെ. ആ സ്പേസ് നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിൽ വെക്കുക. അപ്പൊ ഈ കൺസെപ്റ്റ് നിങ്ങൾ മൈൻഡിൽ വെക്കുക. നേരെ ഇപ്പോൾ നമ്മുടെ ഡാറ്റ ടൈപ്പും അതേപോലത്തെ വേരിയബിൾസിന്റെ കൺസെപ്റ്റ് വരും. അപ്പോൾ വേരിയബിൾസ് എന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ട്, വേരിയബിൾസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അതായത് നമുക്ക് കുറച്ച് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, വേരിയബിൾസ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ എന്ത് ചെയ്യാം, മനസ്സിലാക്കി തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്യും, മനസ്സിലാവും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തുണ്ട്, നമ്മളൊരു പെറ്റാണ്, ഫോർ എക്സാമ്പിൾ ഒരു കാറ്റ്. ഓക്കെ, കാറ്റ് എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ കാറ്റ് നിങ്ങൾ വളർത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു കൂടുണ്ടാക്കും അല്ലെ. ഒരു കൂടുണ്ട്, ഇത് കാറ്റിന്റെ കൂടാണ്. അപ്പൊ ഈ കൂടിലാണ് കാറ്റ് നിങ്ങൾക്ക് എടുക്കുന്നത്. നൈറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എൻട്രി ചെയ്യിപ്പിച്ച് അവിടെയാണ് അതിന്റെ വാസസ്ഥലം. ഓക്കെ, അപ്പോ ഇനി എന്താന്ന് വെച്ചാൽ കാറ്റിന് അനുസരിച്ച കൂടാണ് ഇത്. ഇനി ഒരാൾ, അതായത് നിങ്ങൾ അയൽവാസിയോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ കുറച്ചപ്പുറത്തോ ഒരാളുണ്ട്, ആളുടെ പെട്ടെന്ന് വെച്ചാൽ എന്താണ്, എലിഫന്റ് ആണ്. ഓക്കെ, അതായത് ആനക്ക് എന്തുണ്ട്, ഒരു കൂടുണ്ട്. കൂടല്ല, ആനക്ക് എന്താ, ആനൻ്റെതായ സ്ഥലം ഉണ്ടാവും, ആനക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത് കണക്കൂട്ടാം. അപ്പൊ ആനന്ദായ സ്ഥലം. ഓക്കെ അല്ലെ. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാല് ആനക്ക് എന്തുണ്ട്, ഒരു സ്ഥലമുണ്ട്, അതുപോലെ തന്നെ കാറ്റിന് ഒരു സ്ഥലമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ എലിഫന്റിന് ഈ എലിഫന്റ് അതായത് ആനയെ നമുക്ക് ഈ കൂടിൽ ഇടാൻ പറ്റുമോ, കാറ്റിന്റെ കൂടിൽ നമുക്ക് താമസിപ്പിക്കാൻ പറ്റുമോ, ഇല്ലല്ലോ, ഇല്ല. കാരണം എന്താ, കാറ്റ് എന്നുള്ളത് ചെറിയ കൂടാണ്. ആ ചെറിയ കൂടിൽ ഇത്രയും വലിയ ആനനെ ഇടുക എന്നുള്ളത് സംഭവം മീൻസ് സംഭവിക്കൂല, അത് സംഭവിക്കാൻ പറ്റൂല അല്ലെ. അതായത് നമുക്ക് പറ്റൂല. അപ്പൊ ഈ രീതിയിൽ മൈൻഡിൽ വെക്കാം, ആന എന്നുള്ള ഒരു സംഭവം. അപ്പൊ ആനൻ്റെതായ കൂട് വേണം, കാറ്റിൻ്റെതായ കൂട് വേണം അല്ലെ. ഇതൊക്കെ എന്ത് ചെയ്യും, ഇവരെ സ്റ്റോർ ചെയ്യുന്നതാണ്, മീൻസ് ഇവര് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ മൈൻഡിൽ വെക്കാം അല്ലെ. ഇനി നമ്മൾ ഈ റിയൽ ടൈം എക്സാമ്പിൾ കഴിഞ്ഞ് ഇനി ഞാൻ ഈ ടെക്നിക്കലി നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ ഈ കാറ്റും എലിഫന്റുമായി ഇതേപോലെ തന്നെയാണ് നമ്മുടെ വേരിയബിൾസ്. എന്താണ് വേരിയബിൾസ് എന്താന്ന് വെച്ചാല് കാണുന്നുണ്ടല്ലോ അല്ലേ, കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ കാണുന്നുണ്ട്. അപ്പോ വേരിയബിൾസ് ആണ് എന്ത് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇതേപോലെ കമ്പയർ ചെയ്താൽ മതി. വേരിയബിൾസ് എന്താന്ന് വെച്ചാൽ വേരിയബിൾസിനും പല ടൈപ്പ് ഉണ്ട്.
പല ടൈപ്പ് ഉണ്ട്. അതായത് ഇപ്പൊ കാറ്റിൻ്റെതായ ടൈപ്പിലാണ് നമ്മൾ എന്ത് ചെയ്തത് ഒരു കൂടുണ്ടാക്കി. എലിഫന്റിന് അതായത് ആനയ്ക്ക് വേണ്ടിയ രീതിയിലാണ് നമ്മൾ ഒരു കൂടുണ്ടാക്കി അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വേരിയബിൾസിനും എന്തുണ്ട്, അതായത് പെറ്റായിട്ട് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി വേരിയബിൾസിന്. അപ്പൊ വേരിയബിൾസിന് എന്തുണ്ട്, മൾട്ടിപ്പിൾ ടൈപ്പ് ഉണ്ട്, മൾട്ടിപ്പിൾ കൂടുണ്ട്. ആ രീതിയിൽ മനസ്സിലാക്കാം. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ആദ്യം വെച്ചാൽ ഇപ്പൊ നമ്മൾ കാറ്റിന് ചെറിയ കൂട് അതുപോലെ ആനയെ വലിയ കൂട് പറഞ്ഞ പോലെ തന്നെ വേരിയബിൾസ് എന്തുണ്ട്, അതിനും ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തതാണ് ഇൻറ്റ്. ഓക്കെ, ഇൻറ്റ് എന്ന് വെച്ചാൽ INT വെച്ചാൽ എന്താ, ഇൻറ്റിജർ. ഓക്കെ, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇൻറ്റിജർ ആണ് INT എന്ന് വെച്ചാൽ. അതെന്താന്നുള്ള നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇൻറ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാറ്റിന്റെ കൂടുതൽ അതുപോലെ തന്നെ ആനയുടെ കൂടുതൽ പറഞ്ഞില്ലേ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നമ്പർ ഉണ്ട്, കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. നമ്പേഴ്സ് അറിയില്ലേ, 1 2 3 4 എന്നുള്ള നമ്പേഴ്സ്. ഈ നമ്പേഴ്സിൽ നമുക്ക് ഒരു കാര്യത്തിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ എന്താ ഉപയോഗിക്കുക, ഇൻറ്റ് എന്നുള്ള കൂട്. മനസ്സിലായോ? നേരത്തെ പറഞ്ഞില്ലേ കാറ്റിന്റെ കൂടുതലുമ്പോൾ കാറ്റിൻ്റെതായ ചെറിയ കൂട്. അതുപോലെ ഇൻറ്റ് നമ്പർ എന്ന സംഭവത്തെ നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻറ്റീജർ ആണ്. നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇൻറ്റീജർ ആണ്. എന്തില്, നമ്മുടെ കോഡിന്റെ ഭാഷയിൽ പറയുമ്പോൾ ഇൻറ്റീജർ. ഓക്കെ, അപ്പൊ ഇൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ടൈപ്പും കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറ്റിന്റെ ടൈപ്പാണ് ചെറിയ കൂട്, ആനയുടെ കൂടാണ് വലിയ ടൈപ്പ്. അപ്പൊ വേറൊരു ടൈപ്പും കൂടി ഉണ്ട്, ആ ടൈപ്പാണ് സ്ട്രിങ്. ഓക്കെ, സ്ട്രിങ്. അടുത്തതാണ് സ്ട്രിങ്. ഇത് മനസ്സിലാക്കുക, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. സ്ട്രിങ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് നെയിം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നെയിം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേരെടുക്കാം, ഇല്ലെങ്കിൽ എൻ്റെ പേരെടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കമ്പനി നെയിം വെസ്ല എന്നുള്ള ഒരു ടോപ്പിക് എടുക്കാം. അപ്പൊ വെസ്ല എന്നുള്ളത് എന്താണ്, അതൊരു നെയിമാണ്, അത് നമ്പർ അല്ലല്ലോ. ഒരു നമ്പറും നെയിമും നമുക്ക് എന്താണ് വ്യത്യാസമാണ് അല്ലെ. നമ്പർ വെച്ചാൽ 1 2 3 4 5 21 23 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് നമ്പർ. സ്ട്രിങ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന നെയിംസ് അതുപോലെ കമ്പനി നെയിം ഇതൊക്കെ എന്താണ്, സ്ട്രിങ് ആണ്. ഇതൊരു ടൈപ്പാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രിങ് എന്നുള്ള ഡാറ്റ ടൈപ്പാണ് ഉപയോഗിക്കുക. ഇതിനാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇൻറ്റ് അതുപോലെ സ്ട്രിങ് നമ്മൾ എന്താ പറയാ, ഇതിനൊക്കെ കൂടിയിട്ടാണ് ഡാറ്റ ടൈപ്പ് എന്നുള്ള കാര്യം നമ്മൾ പറയാം. ഓക്കെ, ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നേരത്തെ പറഞ്ഞ കാറ്റിന്റെ കൂട്, അതുപോലെ തന്നെ എലിഫാന്റെ കൂട്, ഇതൊക്കെ എന്താണ്, കൂടാണ്. ഓരോ കൂടുതലുള്ള ടൈപ്പാണ്. അതേപോലെയാണ് ആ കൂടുന്നുള്ള ഇതിനെ കമ്പയർ ചെയ്താൽ മതി. ഇതൊക്കെ എന്താണ്, ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, അങ്ങനെ തന്നെ മനസ്സിലാക്കാം, ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ മായ്ച്ചിട്ട് എന്താ ചെയ്തുതരാം, നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പറഞ്ഞു 2 ഡാറ്റ ടൈപ്പും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ അതും പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം പഠിച്ചത് ഒന്നും കൂടി റിവൈസ് ചെയ്ത് വരാം. നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കാറ്റ് അതുപോലെ എലിഫാന്റിന് അതായത് ആനയെ നമുക്ക് എന്താ പറ്റൂല, ഒരു കാറ്റ് അതായത് പൂച്ചയുടെ കൂടിൽ വെക്കാൻ പറ്റൂല അല്ലേ സത്യല്ലേ? കാരണം എന്താ, അതൊരു ചെറിയ കൂടാണ്, അതിലെന്ത് ചെയ്യാൻ പറ്റൂല, ആനയെ കയറ്റാൻ പറ്റൂല. അതുപോലെ കാറ്റിന് എന്ത് ചെയ്യാം, ആനയെ കയറ്റാൻ, പക്ഷെ എന്താണ്, വലിയ സ്പേസ് ആണ്. ആ സ്പേസും അതിനെന്ത് ചെയ്യും, കൂടുതലായി തോന്നും അല്ലെ. അപ്പൊ അത് രണ്ടും കോൺഫ്ലിക്റ്റ് ആണ് ശരിക്കും വെച്ചാൽ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നേരത്തെ നമ്മൾ പഠിച്ച ഒരു ഡാറ്റ ടൈപ്പാണ് ഇൻറ്റ് പഠിച്ച്, അതുപോലെ തന്നെ സ്ട്രിങ് അല്ലെ, ഡാറ്റ ടൈപ്പ്. ഒന്നെന്താണ്, ഇൻറ്റ് ആണ്, അടുത്തതോ സ്ട്രിങ് ആണ്. ഓക്കെ, അപ്പൊ സ്ട്രിങ് ഉണ്ട്, ഇൻറ്റ് ഉണ്ട്. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാല് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, ഇൻറ്റീജറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്ത്, നമ്പേഴ്സ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, നമ്പേഴ്സ്. ഓക്കെ, പിന്നെ സ്ട്രിങ്ങിലാണ് എന്ത്, നെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്നത് സ്ട്രിങ്ങിലാണ് അല്ലേ. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. കാരണം ഇനി ഇൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റൂല, നെയിമിന് സ്റ്റോർ ചെയ്യാൻ പറ്റൂല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ആനയെ എന്ത് ചെയ്യാൻ പറ്റൂല, കാറ്റിന്റെ കൂടിൽ ഇടാൻ പറ്റൂല. അതേപോലെ തന്നെയാണ് ഇതും ഒരു കൂടാണെന്നുള്ളത് ചിന്തിക്കുക. അപ്പൊ ഈ ഇൻറ്റ് എന്നുള്ള കൂടിൽ എന്ത് ചെയ്യാൻ പറ്റൂല, നെയിമിന് ഇടാൻ പറ്റൂല.
ജാവ സമ്മതിക്കൂല. ജാവ എന്നല്ല ഏത് ഡാറ്റ ടൈപ്പോ, അതായത് ഡാറ്റ ടൈപ്സ് എന്നാണ് ഇത് പറയാ. ഇതിനെയാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയാം. അപ്പൊ ഡാറ്റ ടൈപ്സിന് എന്താ ചെയ്യില്ല, ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്സിൽ എന്ത് ചെയ്യാൻ പറ്റൂല, നെയിമിന് ഇടാൻ പറ്റൂല. അതുപോലെ തന്നെ നമ്പേഴ്സിനെ സ്ട്രിങ്ങിലും പറ്റൂല. സ്ട്രിങ് തന്നെ ആവണം, മീൻസ് നെയിം തന്നെ ആവണം. നെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സ്ട്രിങ്ങിലാവണം. ഇൻറ്റ് എന്ത് ചെയ്യാൻ പറ്റൂല, നമ്പേഴ്സ് മാത്രമായിരിക്കണം, സ്ട്രിങ് പറ്റൂല. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം കൂടി വരുന്നതാണ് എന്ത്, ഞാൻ പറഞ്ഞില്ലേ ഒരു ഡാറ്റ ടൈപ്പും കൂടി ഉണ്ട്. ആ ഡാറ്റ ടൈപ്പിന്റെ പേരാണ് ബൂലിയൻ. ഓക്കെ ഓക്കെ, ബൂലിയൻ എന്നാണ് അതിന്റെ പേര്. എന്താണ് ബൂലിയൻ? അത് അടുത്ത ഡാറ്റ ടൈപ്പാണ്. അതായത് ബൂലിയൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പോ നമുക്കെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മറ്റത് ഇൻറ്റിജർ എന്ന് വെച്ചാൽ നമ്പറും, മറ്റത് സ്ട്രിംഗ് എന്ന് വെച്ചാൽ നെയിമും എന്നല്ലേ പറഞ്ഞത്. അതായത് ബൂലിയൻ എന്ന് വെച്ചാൽ ട്രൂ ഓർ ഫോൾസ് എന്നാണ് വരിക. അതായത് നമുക്കൊരു കാര്യം ഇപ്പോൾ അറിയണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് നിങ്ങളുടെ അടുത്ത് തന്നെ ഇപ്പം നിങ്ങൾ ആണാണോ പെണ്ണാണോ ചോദിച്ചാൽ എന്താ പറയുക? ആണാണോ എന്ന് ചോദിച്ചാൽ അതെ ഞാൻ ആണാണ്, ആണാണെങ്കിൽ ആണാണ്. ആണാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, പെണ്ണാണെങ്കിൽ അല്ല എന്ന് പറയും അല്ലേ. അപ്പൊ നമുക്ക് ആണ് അല്ലേ എന്നുള്ള ഒരു വാല്യൂ ആണ് എന്ത്, ബൂളിയൻ എന്നുള്ളത്. അതായത് ബൂളിയനിൽ സ്റ്റോർ ചെയ്യുന്നത് ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, ഒന്ന് ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ആ രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നു ബൂലിയൻ നിങ്ങൾക്ക് മനസ്സിലായി. ബൂലിയൻ എന്നുള്ളത് ഇത്ര മനസ്സിലാക്കിയാൽ മതി, ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് ബൂലിയൻ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ എക്സാമ്പിൾസിലൂടെ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഡാറ്റ ടൈപ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ട്, ഇൻറ്റിജർ എന്നുള്ള സംഭവം ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്പേഴ്സ്, അതായത് ഇൻറ്റിജർ എന്ന് വെച്ചാൽ നമ്പേഴ്സ് ആണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്. സ്ട്രിംഗ് എന്ന് വെച്ചാൽ നെയിം ആണ്. നെയിംസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ സ്ട്രിംഗിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബൂലിയൻ എന്ന് വെച്ചാൽ എന്താണ്, ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത്. അതായത് ഒന്നോ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ്. ഓക്കെ, ഏതെങ്കിലും ഒന്നാണ്, ട്രൂ ഓർ ഫോൾസ് എന്നല്ല, ഒന്നെങ്കിൽ ട്രൂ എന്നുള്ള വാല്യൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള വാല്യൂ ആണ് നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇതിൽ കൂടുതൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യേണ്ട, ചിന്തിക്കേണ്ട. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ് വേരിയബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു വേരിയബിൾ എന്താണ്. വേരിയബിൾ എന്ന് വെച്ചാൽ ഒരു കണ്ടെയ്നർ ആണ്. അവിടെ നമുക്ക് ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, വേരിയബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ റിയൽ ടൈം എക്സാമ്പിൾ നിങ്ങളുടെ മൈൻഡിൽ ചിന്തിക്കുക. അതായത് ക്യാറ്റിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു സംഭവം കൂടാണ് വേരിയബിൾ. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക വേരിയബിൾ എന്നുള്ളത്. അപ്പോൾ അത് വേരിയബിൾ പറയുമ്പോൾ ഇൻറ്റിജറിന് സ്റ്റോർ ചെയ്യുമ്പോൾ അതൊരു വേരിയബിൾ ആണ്. അതുപോലെ സ്ട്രിങ്ങിന് സ്റ്റോർ ചെയ്ത് അതൊരു വേരിയബിൾ ആണ്. പിന്നെ ഏതൊക്കെ ടൈപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ്, ആ ടൈപ്പാണ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഡാറ്റ ടൈപ്സ് ആണ്. ഒന്ന് ഇൻറ്റിജർ, അതായത് നമ്പറിനെയാണ് ഇൻറ്റിജർ എന്ന് പറയാം. സ്ട്രിങ്ങിനാണ്, അതായത് നെയിം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതാണ് എന്ത്, ഡാറ്റ ടൈപ്സ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഡാറ്റ ടൈപ്സ് ആണ് അല്ലേ. ഇതൊക്കെ ഡാറ്റ ടൈപ്സ് ആണ്. അതായത് ബൂളിയൻ, സ്ട്രിങ്, ഇൻറ്റിജർ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അടുത്ത എക്സാമ്പിളിലൂടെ അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യാം, കൂടുതൽ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിക്കുന്ന സമയത്ത് വെറുതെ എന്തെങ്കിലും കണ്ടു പോവാന്നുള്ള രീതിയിലല്ലാണ്ട് ഒരു നോട്ടും പെന്നും ഒക്കെ കയ്യിൽ പിടിക്കുക. എന്നിട്ട് അത് ഓരോന്നും പറയുന്നത് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഒന്ന്, നമ്മൾ എന്ത് പഠിച്ച്, വേരിയബിൾസ് എന്താണെന്ന് പഠിച്ച്, അതുപോലെ തന്നെ ഡാറ്റ ടൈപ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ പഠിച്ച് അല്ലെ. എത്ര ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്പ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. നമ്മൾ ഇതൊക്കെ പഠിച്ച് ഇൻറ്റ്, സ്ട്രിംഗ്, അതുപോലെ തന്നെ ബൂലിയൻ എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എന്തായി പഠിച്ചു. ഇനി എന്താ ചെയ്യണം, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ കേട്ട് പഠിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും, അതായത് ഒരു നോക്കി പോവാന്നുള്ള രീതിയിലല്ലാതെ നിങ്ങൾ ഇരുന്ന് നല്ല രീതിയിൽ എഴുതി എന്ത് ചെയ്യാൻ പഠിക്കാം. കാരണം എന്തിനാന്ന് വെച്ചാൽ ഇത് നിങ്ങൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായി മറക്കും ചെയ്യും. പിന്നെ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ, അതായത് പ്രാക്ടിക്കലി ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അത് മറക്കും. എന്തിനാ ഡാറ്റ ടൈപ്സ്, എന്തിനാ വേരിയബിൾസ് എന്നുള്ളത് മറക്കും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഡാറ്റ ടൈപ്സ്, എന്താണ് വേരിയബിൾസ് എന്നുള്ളത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അത് എങ്ങനെയാണ്, അത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് സ്റ്റോർ ചെയ്യാനും വേണ്ടി മാത്രം പറയാം. അത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയട്ടെ. അപ്പൊ നോക്കാം, നമുക്ക് അത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ലാപ്ടോപ്പിൽ പ്രാക്ടിക്കലി ചെയ്യാം. ഓക്കെ,
അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മുടെ ഇൻസ്റ്റാളേഷന്റെ വീഡിയോ ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് ക്ലാസ് എന്ന് പറഞ്ഞിരുന്നു. അതായത് ക്ലാസ്, പിന്നെ അതുപോലെ സാമ്പിൾ എന്നുള്ള ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, ഈ ക്ലാസ് എന്താന്ന് ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ക്ലാസ് എന്താണെന്നൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. കാരണം ഇതൊരു വലിയ ടോപ്പിക്കാണ്. അതുപോലെ ഒബ്ജക്റ്റ് ഓറിയന്റ് പ്രോഗ്രാമിംഗ് ആണ് ജാവ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യണം, പേടിക്കണ്ട. കാരണം അതൊന്നും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെ തന്നെ മനസ്സിലാക്കി എടുക്കാം. ഇപ്പൊ എന്ത്, അതിനുള്ളിൽ എന്തുണ്ട്, നമ്മളൊരു ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഇത് ഒന്നും നിങ്ങൾ വറീഡ് ആവണ്ട, നിങ്ങൾ നോക്കിയേ വേണ്ട, ഇത് ഞാൻ പറഞ്ഞിരുന്നാണ്. ഇതിങ്ങനെ തന്നെ ഇരിക്കുക, സ്ട്രിങ് ഉള്ള രീതിയിൽ ആർഗ്യുമെന്റ് എന്നാണിത്. അപ്പൊ ഇതിന്റെ ക്ലോസിംഗ് ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ ക്ലോസിംഗ് ആണ് ഇത്. ക്ലോസിംഗ് ഉണ്ടാവണം, എന്തായാലും ഒരു ക്ലോസിംഗ് എന്തായാലും വേണം. അതുപോലെ തന്നെ ഇതിന്റെ ക്ലോസിംഗ് ആണ് ഇത്. മനസ്സിലായോ? ഇതിന്റെ ബ്ലോക്ക് ആണ് ഇത്. ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ഓപ്പൺ, ഇത് ക്ലോസ്. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പൺ, ഇതിന്റെ ക്ലോസ് ആണ്. അപ്പൊ ഇങ്ങനെ തന്നെ പഠിച്ചേക്കാം. ഇത് എന്താണ് എങ്ങനെയാണ്, ഇതൊരു ഫംഗ്ഷൻ, അതൊക്കെ പറഞ്ഞാൽ എന്താ ഫംഗ്ഷൻ എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ ഇതൊന്നും വറീഡ് ആവേണ്ട, നിങ്ങളൊന്നും ചിന്തിക്കുക വേണ്ട. ഇപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ്, നേരത്തെ നമ്മൾ എന്തിൽ കണ്ടു, ഒരു വീഡിയോയിൽ കണ്ടതാണ്. എന്ത്, സിസ്റ്റം ഡോട്ട്, എൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്ത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്. ഓക്കെ, ഈ കാര്യം കണ്ടു. എന്തെങ്കിലും ഇനി നമ്മൾ അവിടുന്ന് പ്രിന്റ് ചെയ്തതാണ് എന്ത്, വെൽക്കം ടു വെസ്ലൻ. ഇതിങ്ങനെ തന്നെ നോക്കുക, എഴുതുക, എന്നിട്ട് പ്രിന്റ് ചെയ്യുക. നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ കൂടുതലായി ചിന്തിച്ച് എന്താണെന്നുള്ളത് ടെൻഷനൊന്നും അടിക്കാൻ പോകണ്ട. ഈ പ്ലേലിസ്റ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതും മനസ്സിലാവും. ഇതിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും പറ്റും, അതുപോലെ പോകാനും പറ്റും. ഇപ്പൊ ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്ത് നമ്മുടെ ജാവ റൺ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു അല്ലേ. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഡാറ്റ ടൈപ്പ്, അതുപോലെ തന്നെ ഈ വേരിയബിൾസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ഒരു കാര്യം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്, ഇത് ആദ്യം മനസ്സിലാക്കുക എന്താണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജാവ സ്പേസ് നമ്മുടെ ഫയൽ നെയിം ക്ലിക്ക് എൻ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ എന്താണ് പ്രിന്റ് ചെയ്തത്, അതായത് ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ എന്താണ് പ്രിന്റ് ചെയ്തത് അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മുടെ കോഡ് എന്ത് ചെയ്യും, കമ്പൈലായിട്ട് ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ട എന്ത് കാര്യങ്ങളോ അത് അങ്ങനെ തന്നെ പ്രിന്റ് ആവും അല്ലേ. അത് അങ്ങനെ തന്നെ ഇതും മനസ്സിലാക്കുക. ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്നുള്ളത് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇതൊരു പ്രിന്റ് ചെയ്യാൻ വേണ്ടി, അതായത് യൂസേഴ്സിന് നമുക്ക് ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവം. അതായത് നമുക്ക് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ റൺ ചെയ്ത് എന്തെങ്കിലും കാണണ്ടേ, ആ കാണേണ്ട സംഭവം അടിച്ചു കൊടുക്കാനും എന്താണോ കാണേണ്ടത് അത് ക്ലിക്ക് ചെയ്യുന്നത് ഈ രണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണെന്നുള്ളതും കൂടി ചിന്തിക്കാം. ഓക്കെ, ഇത് രണ്ട് ബ്രാക്കറ്റ് ആണ്. ഇത് ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താണോ എഴുതുന്നത് ആ സംഭവമാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത്. ഏത്, നമ്മുടെ വേരിയബിൾസും അതുപോലെ തന്നെ ഡാറ്റ ടൈപ്സും വരുന്നത്. ഓക്കെ, അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഇത് നേരെ നിങ്ങൾ എന്ത് എഴുതാൻ പോവുകയാണെങ്കിലും, എന്ത് കോഡ് എഴുതാൻ പോവുകയാണെങ്കിലും അത് നേരെ കാണുന്നത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. അതായത് ഈ പറഞ്ഞ ക്ലാസ്സും അതുപോലെ ഈ ഫംഗ്ഷന്റെ ഉള്ളിലാണ്. ഇതിന്റെ ഉള്ളിലാണ് ഇനി നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഓർത്ത് നിങ്ങൾ വറീഡ് ആവേണ്ട, ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഡ് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ ഉള്ളിലാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച എന്ത് വേരിയബിൾസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഡ് എഴുതാൻ പോകുന്നത്. ഇൻറ്റ്. ഓക്കെ, ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഡാറ്റ ടൈപ്പാണ് ഇൻറ്റിജർ. ആ ഇൻറ്റിജറിനെ നമ്മൾ എഴുതുന്നത് ഇൻറ്റ് എന്നാണ്, INT എന്ന് എഴുതിയിട്ട് ഇൻറ്റ് എന്നാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഈ INT നമുക്കൊരു, ഞാൻ പറഞ്ഞല്ലോ സ്റ്റോർ ചെയ്യാൻ നമ്മൾ
ഒരു സംഭവം ഇൻറ്റ് എന്ന് കൊടുത്തിട്ടുള്ളൂ. എന്താണ് സ്റ്റോർ ചെയ്യുന്നത്, എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു, ഇൻറ്റിജർ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇൻറ്റിജേഴ്സ് നമ്പറാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. എന്തിലേക്കാണോ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അതാണ് ഇതിന് നെക്സ്റ്റ് നമ്മൾ ഇത് വരുന്നത്, ഈ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അതാണ് ഇതിപ്പോൾ ഞാൻ എന്തിലേക്കാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് എ ആണ് അല്ലേ. എ ഇവിടെ എന്തും കൊടുക്കാം കേട്ടോ. അതായത് ഈ എന്തിലേക്കാണോ സ്റ്റോർ ചെയ്യുന്നത് അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എന്തും കൊടുക്കാം. ഞാൻ എക്സാമ്പിൾ ആണ് എ കൊടുത്തത്. ഇനി എന്ത് ചെയ്യാം, മാച്ച് നമുക്ക് ബി ആണെങ്കിൽ ബി കൊടുക്കാം. ഓക്കെ, ബി കൊടുക്കാം. ഇതാണ് എന്നിട്ട് ബിയിലേക്കാണ് ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളും കൂടി നിങ്ങൾ കമ്പയർ ചെയ്യണേ. ഒരു കാറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൂട്ടിലിടുന്നു. അപ്പൊ കൂട്ടിലേക്കാണ് ഇടാൻ പോകുന്നത്. അപ്പൊ ആ സംഭവമാണ് എന്ത്, ബി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ ടൈപ്പ് കൊടുത്തു. ഡാറ്റ ടൈപ്പ് ഏതാ, ഇൻറ്റ് ആണ്, അത് നമ്പറാണ്, ഇൻറ്റീജർ ആണ്. അപ്പൊ ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് കൊടുത്തു. പിന്നെന്താണ്, ബി ആണ്. ബി എന്നുള്ളത് എന്തിലേക്കാണോ സ്റ്റോർ ചെയ്യുന്നത് അതാണ് ബി. ഇതിനാണ് നമ്മൾ പറയുന്നത് വേരിയബിൾ നെയിം. ഇതാണ് വേരിയബിൾ നെയിം. അങ്ങനെ തന്നെ മനസ്സിലാക്കുക, ഇതാണ് വേരിയബിൾ നെയിം. ഇതിനെ പേരെന്ന് പറയുന്ന വേരിയബിൾ. ഓക്കെ, ഇതാണ് വേരിയബിൾ നെയിം. അപ്പൊ ഇതെന്താണ്, ഡാറ്റ ടൈപ്പ്. നമ്മുടെ ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഡാറ്റ ടൈപ്പ് എന്നായി. അതുപോലെ തന്നെ ബി എന്നുള്ള വേരിയബിൾ നെയിമും നമ്മൾ ഡിഫൈൻ ചെയ്തു. പക്ഷെ എന്തിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എന്തിലേക്കാണോ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷെ എന്താണ് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ പറയുന്ന സംഭവം ഇനിയാണ് പറയാൻ പോകുന്നത്. അതാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. നമ്പർ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇൻറ്റിജർ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റിജറിലേക്ക് നമ്പേഴ്സ് മാത്രമേ പറ്റുള്ളൂ. അതായത് പൂച്ചന്റെ കൂടാണെങ്കിൽ അത് ആനയെ നമുക്ക് കൊള്ളിക്കാൻ പറ്റൂല, പൂച്ചയെ കൊള്ളിക്കാൻ പറ്റുള്ളൂ അല്ലെ. അതുപോലെയാണ് ഇൻറ്റിജർ ബി എന്നുള്ള. അപ്പം ആ ബിയിലേക്ക് എന്ത് ഞാൻ കൊള്ളിക്കുന്നു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ തന്നെ 24 എന്നുള്ളത് എന്താണ്, നമ്പറാണ്. അപ്പൊ നമ്പറാണ് എന്ത് ചെയ്യുന്നത്, ബിയിലേക്ക് നമ്മൾ കൊടുത്തത്. അപ്പൊ ബിന്റെ വാല്യൂ ഇപ്പോഴെന്താ, ബിന്റെ വാല്യൂ ആണ് 24. മനസ്സിലായോ? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻറ്റിജർ എന്നുള്ള ഡാറ്റ ടൈപ്പ്. അതായത് ഈ വേരിയബിൾസ് എന്തിനാ, വേരിയബിൾസ് നമുക്ക് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾസ് ഉണ്ടാക്കുന്നത് അല്ലേ. വേരിയബിൾസ് വെച്ചാൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തിലേക്കാണോ സ്റ്റോർ ചെയ്യുന്നത്, എന്താണ് സ്റ്റോർ ചെയ്യുന്നതും കൂടി വേണം. പിന്നെ നേരത്തെ പറഞ്ഞു ഡാറ്റ ടൈപ്പ് എന്താണ്, ഡാറ്റ ടൈപ്പാണ് ഇൻറ്റിജർ, നമ്പറാണ് ഡാറ്റ ടൈപ്പ്, ഒരു ടൈപ്പാണ് ഇൻറ്റിജർ. അതേപോലെ സ്ട്രിംഗ് എന്നുള്ളൊരു ഡാറ്റ ടൈപ്പാണ്. അതേപോലെ ബൂളിയൻ എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പാണ്. അത് ആ എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ ആദ്യം പറയുന്നത് ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ വെച്ച് ഡാറ്റ ടൈപ്പാണ് അല്ലേ. ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണ്. അപ്പൊ എന്തിലേക്കാണോ സ്റ്റോർ ചെയ്യുന്നത്, ബിയിലേക്കാണ്. ബി എന്നുള്ളത് എന്ത് കൊടുക്കാം കേട്ടോ, അതിന്റെ പേരാണ് വേരിയബിൾ നെയിം. ഈ വേരിയബിൾ നെയിം നമുക്ക് എന്തും കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടം വന്ന് കൊടുക്കാം. ഇപ്പൊ എന്റെ പേര് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, നിങ്ങളുടെ പേര് വേണമെങ്കിൽ കൊടുക്കാം, വെസ്ഡ് എന്നുള്ള നമ്മളെ കമ്പനി നെയിമും കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, എന്തും കൊടുക്കാനും പറ്റും. അപ്പൊ അതാണ് വേരിയബിൾ നെയിം. ഇനി എന്താണോ കൊടുക്കേണ്ടത് അതിന്റെ പേരാണ് എന്ത്, ഏത് ഡാറ്റ ആണ് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ പേരാണ് എന്ത്, വാല്യൂ. ഇതാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അതായത് വാല്യൂ ആണ് നമ്മൾ വേരിയബിൾ നെയിമിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്തായി, ഇപ്പൊ നമുക്ക് ഈ ബീനെ എടുത്തു നോക്കിയാൽ ബീന്റെ വാല്യൂ എന്തായിരിക്കും, ഈ 24 ആയിരിക്കും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നെയിം കൊടുക്കാൻ പറ്റൂല. അപ്പൊ തന്നെ എന്ത് ചെയ്യും, നമുക്കൊരു എറർ ത്രോ ചെയ്യും. അതായത് നമ്മുടെ ഈ ജാവാസ്ക്രിപ്റ്റിൽ പറയും എന്തത്, നിങ്ങൾ ഡാറ്റ ടൈപ്പ് മാറിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡാറ്റ ടൈപ്പ് അതായത് ഈ ഡാറ്റ ടൈപ്പ് അല്ല, നമ്പർ അല്ല, ഈ ഡാറ്റ ടൈപ്പ് അല്ല, സ്ട്രിംഗ് അല്ല, പിന്നെന്താ നമ്പറാണ്. അപ്പൊ ഇത് ഈ നെയിം പറ്റൂല, അപ്പൊ ഇത് തെറ്റാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, എറർ ത്രോ ചെയ്യും. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ തന്നെ മനസ്സിലാക്കുക, ഈ വെസ്റ്റിന് പറ്റൂല, 24 എന്നുള്ള നമ്പർ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻറ്റിജർ INT എന്നുള്ളത് ഡാറ്റ ടൈപ്പാണ്. ഡാറ്റ ടൈപ്പിൽ വേരിയബിൾ നെയിം ഉണ്ടാവണം. വേരിയബിൾ നെയിമിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വാല്യൂ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്കൊരു കാര്യം, അതായത് നമ്മുടെ കോഡിംഗ് സ്ട്രക്ചറിൽ, ഇനി എല്ലാ കോഡിലും അങ്ങനെ തന്നെയാണ്. അതായത് ഈ ചിഹ്നം വന്നാൽ മീൻസ് ഇതിന്റെ പേരാണ് അസൈനേഷൻ എന്നാ പറയാം. അതായത് 24 എന്നുള്ള വാല്യൂ, ഈ വാല്യൂവിനെ നമ്മൾ ഈ വേരിയബിൾ നെയിമിലേക്ക്, അതായത് ബി എന്ന വേരിയബിൾ നെയിമിലേക്ക് എടുത്തു വെക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം,
ഈ സിമ്പിൾ വേണം. ഈ സിമ്പിളിൽ എന്താണ്? അസൈനേഷൻ എന്നുള്ളതാണ് ഈ സിമ്പിൾ. ഓക്കെ, അസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണിത്. ഈ സിമ്പിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അസൈൻ ആണ്. നമ്മൾ റിയൽ ടൈമിൽ ഈക്വൽ നോക്കാണ് പഠിച്ചിട്ടുണ്ടാവുക റിയൽ ടൈം. പക്ഷെ കോഡിംഗ് സ്ട്രക്ചറിലേക്ക് വന്നാൽ ഇതിനെന്താ പറയുക? അസൈൻ. അസൈൻ ആണിത്. അപ്പോൾ അസൈനുള്ള മനസ്സിലാക്കുക, അതായത് ഒരു വാല്യൂവിനെടുത്ത് ഇതിലേക്ക് ഇടുന്നതാണ് അസൈൻ പറയുക. അപ്പോൾ ഇത് ഈ 24 എടുത്തിട്ട് ബിയിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ ബിന്റെ വാല്യൂ എന്താണ്? 24 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്ന് എന്താണ്? ആദ്യത്തെ ഡാറ്റ ടൈപ്പാണ്, ഡാറ്റ ടൈപ്പ്. പിന്നെന്താണ്? അതിന് വേരിയബിൾ നെയിം ഉണ്ടാവും. വേരിയബിൾ നെയിം എന്തിനാണ്? നമുക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു വേരിയബിൾ നെയിമാണ്. അപ്പോൾ അതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അസൈൻ എന്നുള്ള ചിഹ്നം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നേരെ വാല്യൂ ആണ്. ആ വാല്യൂ എടുത്തിട്ടാണ് ബിയിലേക്ക് വെക്കുന്നത്. അപ്പോൾ എന്തായി? നമുക്ക് ഈ പറഞ്ഞ പോലെ വേരിയബിളുമായി, അതുപോലെ ഡാറ്റ ടൈപ്പായി, വേരിയബിൾ നെയിമായി, പിന്നെ വാല്യൂ ആയി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ.